Hello my dear friends, welcome back to Negentropy Tech Tuition. This is Afsal. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാഡർ ഫ്രിക്ഷൻ എന്താണെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ബേസിക് ലെവൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. നമുക്കിന്ന് ലാഡർ ഫ്രിക്ഷൻ്റെ ഒരു സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സി, ദിസ് ഇസ് ദ പ്രോബ്ലം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ യൂണിഫോം ലാഡർ ഓഫ് 13 meter long weighing 250 Newton is placed against a smooth vertical wall with its lower end 5 meter from the wall. The coefficient of friction between the ladder and the floor is 0.25. Show that the ladder will remain in equilibrium in this position. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വോളും സർഫസും പറയുന്നുണ്ട്. ഈ വോളും സർഫസിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ലാഡറിനെ കൊണ്ട് അവരെന്ത് ചെയ്ത് ഇങ്ങനെ ചാരി നിർത്തി. തോന്നിയ പോലെയല്ല, അവർ പറയുന്നത് പോലെ. എങ്ങനെയാണ്? ഒരു സ്മൂത്ത് ആയിട്ടുള്ള വെർട്ടിക്കൽ വോളാണ്. ഇറ്റ് ലോവർ എൻഡ് ഈസ് 5 meter ഫ്രം ദ വോൾ. നോക്കൂ, ഇവിടെ നിന്നുള്ള ഈ ദൂരം എത്രയാണ്? 5 meter ദൂരം മാറി ലോവർ എൻഡ് വരുന്നു. ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? അവനെ കൊണ്ട് ചാരി നിർത്തി. അങ്ങനെയാണെങ്കിൽ ഈ ലാഡർ ഇവിടെ തന്നെ നിൽക്കുന്നു. ഈ ലാഡർ സ്ലിപ്പ് ചെയ്ത് പോകാതെ ഈ പൊസിഷനിൽ തന്നെ ഇക്വിലിബ്രിയം നിൽക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മളത് പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. സോ ഈ ലാഡറിന്റെ മറ്റ് ഫോഴ്സുകളൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെന്ററിൽ കൂടെ ഒക്കെ വെയിറ്റുകളൊക്കെ ആക്ട് ചെയ്യും. ഈ വെയിറ്റൊക്കെ ആക്ട് ചെയ്യുന്ന കാരണം ഈ ലാഡറിന് എന്തുണ്ട്? ഒരു സ്ലിപ്പിംഗ് ടെൻഡൻസി ഉണ്ട്. എങ്ങോട്ട് സ്ലിപ്പിംഗ് ടെൻഡൻസി ഉണ്ട്? ഈ ലാഡർ ഇങ്ങനെ പോകുന്നു. അതായത് ഈ കാണുന്ന ഇത് നമ്മൾ പോയിന്റ് ബി എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് പോയിന്റ് ബി, ദിസ് ഇസ് പോയിന്റ് എ. താഴോട്ട് വരികയും ബി റൈറ്റിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ അവൻ എന്തായി പോകുന്നു? സ്ലിപ്പായി പോകുന്നു. അവനെ സ്ലിപ്പിങ്ങിൽ നിന്ന് ഈ ലാഡറിനെ സ്ലിപ്പിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കാരണം ഈ വോൾ എന്താണെന്ന് അവർ പറയുന്നുണ്ട്? വോൾ സ്മൂത്ത് ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഒരേ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആരെ പിടിച്ച് നിർത്തുന്നത്? നമ്മുടെ ലാഡറിനെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തുന്നത്. ആ ഫോഴ്സ് ആണ് ഈ കാണുന്ന ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പം ബി പോയിന്റ് ബി റൈറ്റോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന μRF എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവൻ എന്ത് ചെയ്യുന്നത്? പിടിച്ചു നിർത്തുന്നത്. ഞാൻ സാധാരണ നമ്മൾ എടുക്കുന്ന കേസൊക്കെ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. തൊട്ട് മുന്നേ പറഞ്ഞത് അവൻ ഈ ലാഡർ സ്ലിപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറയും. സ്ലിപ്പ് ചെയ്യാൻ പോകുകയാണെങ്കിൽ എൻ്റെ അവിടുത്തെ ഫ്രിക്ഷൻ എന്താണ്? മാക്സിമം ഫ്രിക്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? μRF എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. തേര് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? μRN എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, which means maximum frictional force available at that surface. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴാണോ, അതായത് നമ്മൾ അങ്ങോട്ട് എത്ര ഫോഴ്സ് എടുക്കുന്നു അതിന് ഇക്വലന്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും അപ് ടു ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ μR ഇവിടെ RN എന്ന് വെച്ചാൽ RN പറയുന്നത് കൊടുക്കുന്ന RF ആണ്. നോർമൽ റിയാക്ഷൻ ഓഫർഡ് ബൈ ദ ഫ്ലോർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ RF എന്ന് കൊടുത്തു. ദിസ് μRF എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ ആദ്യം ഈ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം ഇവിടെ ഈ പോയിന്റിൽ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് നോക്കണം. ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. ഫോർ എക്സാമ്പിൾ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കിട്ടിയത് 100 Newton ആണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിന്റ് ബിയിൽ ഉണ്ടാകുന്ന ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഞാൻ എന്ത് ചെയ്തു? കണ്ടെത്തിയപ്പോൾ അവന്റെ വാല്യൂ 80 Newton വന്നു. വിച്ച് മീൻസ് ഈ ലാഡറിന് സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ആവശ്യം എത്രയാണ്? 80 Newton മാത്രമാണ്. പക്ഷെ നമുക്ക് എത്ര വരെ കൊടുക്കാൻ പറ്റും? 100 Newton വരെ ഇവിടെ എന്തുണ്ട്? മാക്സിമം കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലാഡറിനെ സ്ലിപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഈ 100 നിന്ന് 80 Newton എടുത്ത് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് ഇവൻ ഇക്വിലിബ്രിയത്തിൽ നിർത്തും. പക്ഷേ ഈ കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇവിടുത്തെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് 101 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും? 100 വരെ കൊടുക്കാൻ പറ്റും. 101 ആയപ്പോൾ എന്ത് പറ്റും? ഈ ലാഡർ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ പോകും. ഇക്വിലിബ്രിയത്തിൽ നിൽക്കത്തില്ല. ഇതാണ് സിനാരിയോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഈ പറയുന്ന ഫിഗർ ഒന്ന് വരയ്ക്കാം. ലാഡറിനെ വരയ്ക്കാം. നോക്കൂ, ദിസ് ഇസ് ദ ലാഡർ അല്ലേ? ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോളുണ്ട്, പിന്നെ ഒരു റഫ് ആയിട്ടുള്ളൊരു ഫ്ലോറുമുണ്ട്. ഓക്കെ, ഈ ഫ്ലോറിലേക്ക് നമ്മൾ ആരെ കൊണ്ട് നിർത്തുകയാണ്? നമ്മുടെ ലാഡറിനെ കൊണ്ട് നിർത്തുകയാണ്. ഈ ലാഡറിന്റെ പേര് ഞാൻ തൽക്കാലം ദിസ് ഇസ് എ ആൻഡ് ദിസ് പോയിന്റ് ഇസ് ബി എന്ന് വിളിച്ചോട്ടെ, ആൻഡ് ദിസ് പോയിന്റ് ഇസ് സി. ഈ ബോളിൽ നിന്ന് എത്ര മീറ്റർ മാറിയാണ് നമ്മുടെ ലാഡർ നിൽക്കുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? ദാറ്റ് ഈസ് BC ഇല്ലേ? ഈ ലെങ്ത് അല്ലേ BC? അത് കൃത്യമായിട്ട് 5 meter ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ ലെങ്ത് ഓഫ് ദ ലാഡർ AB ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ ലാഡർ എത്ര? യൂണിഫോം ലാഡർ 13 meter long weighing 250 Newton is placed against a smooth vertical ball with its lower end 5 meter away from the ball. അപ്പൊ 240 Newton ആണ് വെയിറ്റ്, 13 meter ആണ് ആരെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ലാഡർ. നമുക്ക് എന്ത് ചെയ്യാം? ആ 13 കറക്റ്റ് AB-യുടെ സെന്റർ, എല്ലിന്റെ നടുക്ക് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുകയാണ്. എത്രയാണ് വെയിറ്റ്?
240 ന്യൂട്ടൺ ആണ് വെയിറ്റ് അയക്കുന്നത്. ഇതാണ് കഥ. ഇനി നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ നമുക്ക് എന്ത് വരയ്ക്കാം? നോർമൽ റിയാക്ഷൻസ് വരയ്ക്കാം. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ നമുക്കറിയാം RW ആണ്. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നത് R ഫ്ലോർ ആണ്. ഇവന്റെ ടെൻഡൻസി വെയിറ്റ് കാരണം ഇവൻ എങ്ങോട്ട് പോകുന്നു? ഈ പോയിന്റ് എ താഴോട്ട് വരാനും പോയിന്റ് ബി റൈറ്റിലോട്ട് പോകാനുമാണ് ടെൻഡൻസി. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ, ഇവിടെ സ്മൂത്ത് ആയിട്ട് ഇവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ദറ്റ് ഈസ് μRF ആണ്. ഇനി ആ μRF അടക്കട്ടെ, കാരണം ആ μRF എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇവിടെ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അത്ര എടുക്കാൻ കാരണം ഈ ലാഡർ സ്ലിപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറയും. സ്ലിപ്പ് ചെയ്യാൻ പോകുന്നു, അനങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ ആ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. അതാണ് μRF. പക്ഷെ ഇവിടെ μRF ആണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടൊന്നും തൽക്കാലം അവിടെ കൊടുക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയാമോ? സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അപ്പൊ മുകളിലോട്ട് ആരുണ്ട്? RF ഉണ്ട്. മൈനസ് താഴോട്ട് ആരുണ്ട്? വെയിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് 240 ന്യൂട്ടൺ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 0 ആണ്. സോ ഫ്രം ഹിയർ വി ഗോട്ട് RF ഈസ് ഈക്വൽ ടു 240 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പൊ ഫ്ലോറും ഗ്രൗണ്ടും തമ്മിലുള്ള റിയാക്റ്റീവ് ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 20 ന്യൂട്ടൺ. ഇനി നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് വാട്ട് ഈസ് ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് അവൈലബിൾ അറ്റ് ദ ഫ്ലോർ. ഇല്ലേ, ഈ ഫ്ലോറിന് മാക്സിമം എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് വരെ ലാഡറിന് കൊടുക്കാൻ പറ്റും? അതാണല്ലോ μRF എന്ന് പറയുന്നത്. കാരണം μR ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ RF ആണ്. സോ ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആരാണ്? മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് അവൈലബിൾ അറ്റ് ദ ഫ്ലോർ. That is equal to μRF ആണ്. mu means കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ. തന്നിട്ടുണ്ടായിരിക്കും mu 0.25 എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ mu 0.25 ഇൻറ്റു RF എത്രയാണ്? 240 ന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട്. ദിസ് ഇസ് 240 ന്യൂട്ടൺ വിച്ച് മീൻസ് 0.25 ഇൻറ്റു 240 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ആൻസർ വിൽ ബി 60 ന്യൂട്ടൺ കിട്ടും. സോ ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ തൽക്കാലം ഞാൻ F മാക്സ് എന്ന് വിളിച്ചോട്ടെ. F മാക്സ് അതാണ് നമ്മുടെ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. 60 ന്യൂട്ടൺ വരെ ഈ ഫ്ലോറിന് ഈ ലാഡറിന്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ കാണുന്ന ലാഡർ സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ ഫ്ലോർ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം 60 ന്യൂട്ടൺ വരെ അപ്ലൈ ചെയ്യും. പക്ഷെ അവിടെ നിങ്ങോട്ട് വരുന്ന ഫോഴ്സ് ഒരു 10 ന്യൂട്ടൺ ആണെങ്കിലോ ഇവിടുന്ന് 10 ന്യൂട്ടനെ കൊടുക്കത്തുള്ളൂ. അവിടെ നിങ്ങോട്ട് ഇവൻ ചറുകി വരാതിരിക്കും. ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് ഒരു പക്ഷേ കിട്ടുന്നത് ഒരു 40 ആണെങ്കിൽ നമ്മൾ 40 കൊടുക്കും. മനസ്സിലായോ? ഇത് 60 പോയിന്റ്, അത് ഒരു അല്പം കൂടി 61 ന്യൂട്ടനാണ് താഴോട്ട് വരുന്നതെങ്കിൽ ഈ ലാഡർ എന്തായത് പോകുന്നു? താഴോട്ട് സ്ലിപ്പായി പോകും. അവൻ ഇക്വിലിബ്രിയത്തിലാകത്തില്ല. അവൻ അണ്ടർ മൂവ്മെന്റിലായിരിക്കും. ഇല്ലേ? അപ്പൊ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ പോയിന്റ് ബിൽ ആക്ച്വലി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടെത്തണം. തൽക്കാലം ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് അറ്റ് ദിസ് പോയിന്റ് ഞാൻ തൽക്കാലം എന്ത് വിളിച്ചോട്ടെ? F എന്ന് വിളിച്ചോട്ടെ. വേണമെങ്കിൽ നമുക്ക് F ആക്ച്വൽ എന്ന് വിളിക്കാം. വിച്ച് മീൻസ് ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെങ്ങനെ കണ്ടെത്തും? വളരെ ഈസിയാണ്. സിമ്പിളി നമുക്ക് മൊമെന്റ് എടുത്താൽ മതി. മൊമെന്റ് എടുക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സമ്മേഷൻ ഓഫ് ഒരു സെക്കൻഡ് നമുക്ക് യൂസ് ദിസ് കളർ അല്ലേ. സമ്മേഷൻ ഓഫ് മൊമെന്റ് about any point is equal to 0. Any point നമുക്ക് മൊമെന്റ് അബൌട്ട് A എടുക്കാം, നമുക്ക് മൊമെന്റ് അബൌട്ട് B എടുക്കാം, നമുക്ക് മൊമെന്റ് അബൌട്ട് C എടുക്കാം. തൽക്കാലം ഞാൻ മൊമെന്റ് അബൌട്ട് A എടുക്കുകയാണ്. വാട്ട് ഈസ് മൊമെന്റ് അബൌട്ട് A is equal to 0 എടുക്കുകയാണ്. അപ്പോൾ മൊമെന്റ് അബൌട്ട് A 0 എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലാഡറിന് നിങ്ങൾ എവിടെ ഫിക്സ് ചെയ്യുക? കൃത്യമായി ഈ കാണുന്ന എയിൽ ഫിക്സ് ചെയ്യുക. എയിൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ കാണുന്ന ഫോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ഫോഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ കാണുന്ന ഫോഴ്സിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഫോഴ്സുകളുണ്ട് നോക്കൂ. RF ഉണ്ട്. RF അങ്ങ് മുകളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങോട്ട് കറങ്ങുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. ഇവിടുന്ന് F ആക്ച്വൽ കണ്ടോ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യില്ലേ? അത് കാരണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. 20 ന്യൂട്ടൺ കണ്ടോ? ഈ 20 ന്യൂട്ടൺ കണ്ടോ ഡൗൺവേർഡ് ഡയറക്ഷൻ. അത് കാരണം എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ മൊമെന്റ് എടുത്ത് ചെയ്താൽ മൊമെന്റ് അബൌട്ട് A എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കാവുന്നത് എന്താണ്? 20 ന്യൂട്ടൺ ഫോഴ്സ് എടുക്കാം. നോക്കൂ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മൊമെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നോക്കൂ, ഈ കാണുന്ന 20 ന്യൂട്ടൺ ഈ കാണുന്ന യൂണിഫോം ലാഡറിന്റെ എക്സാക്ട് സെന്ററിലല്ലേ? അപ്പൊ ആ സെന്ററിലോട്ട് ആണ് ആക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഈ ബി സിയുടെ സെന്ററിൽ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് ഫോഴ്സ്, അവന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഇവൻ അപ് ടു ദ എ വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ ടോട്ടൽ ബി സിയുടെ പകുതി ആയിരിക്കും. ശരിയല്ലേ? സോ മൊമെന്റ് അബൌട്ട് എ, അപ്പൊ 20 ന്യൂട്ടൺ 240 ന്യൂട്ടൺ ചെലുത്താൻ 240 ന്യൂട്ടൺ ഇൻറ്റു ബി സി ബൈ 2. ഡയറക്ഷൻ നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ എങ്ങോട്ടാണ് കറങ്ങിക്കുന്നത്? മൊമെന്റ് അബൌട്ട് എ അല്ലേ? സോ എയിൽ പിടിച്ചു 20 ന്യൂട്ടൺ ഡൗൺവേർഡ് ഫോഴ്സ്. നോക്കൂ എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഡൗൺവേർഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ്. ഞാൻ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ എന്താക്കി എടുത്തിട്ടുണ്ട്? പോസിറ്റീവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ആർ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഡൗൺവേർഡ് അപ്പ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യില്ലേ? ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് കറങ്ങുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. സോ മൈനസ് ആർ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദ പോയിന്റ്. അതായത് ഈ കാണുന്ന ആർ എഫിൽ നിന്ന് ഈ കാണുന്ന എ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ബി സി അല്ലേ? ഇല്ലേ? സംശയമുള്ള എന്ത് ചെയ്യുക? ഈ ആർ എഫ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടോ? ഇവർ തമ്മിലൂടെ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണല്ലോ ബി സി എന്ന് പറയുന്നത്. സോ ആർ എഫ് ഇൻറ്റു ബി സി എടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ഫോഴ്സായ നമ്മുടെ എഫ് ആക്ച്വൽ എന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യില്ലേ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന എങ്ങോട്ട് കറങ്ങുന്നത്? നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവൻ എന്താണ്? ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പ്ലസ് അല്ലേ എടുത്തിരിക്കുന്നത്? സോ പ്ലസ് എഫ് ആക്ച്വൽ ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ. ഈ ഡിസ്റ്റൻസ് ഏതാണ്? ഈ കാണുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവനല്ലേ? ദാറ്റ് ഈസ് എ സി ആണ്. സോ ദിസ് ഈസ് ഇൻറ്റു എ സി. ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? 0 ആണ്. ക്ലിയർ ആയോ പിള്ളേരെ? മൊമെന്റ് എടുക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം. നോക്കൂ, മൊമെന്റ് അബൌട്ട് എ ആണ് ഞാൻ പോയിന്റ് എയിൽ ഫിക്സ് ചെയ്തു. 20 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിലെ ഡൗൺവേർഡ് ഫോഴ്സ് കൊടുക്കുന്നു. എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഫോഴ്സ് കാരണം എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന 240 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദ പോയിന്റ്, ദാറ്റ് ഈസ് ബി സിയുടെ നേരെ പകുതിയാണ്, ബി സി ബൈ 2 കൊടുത്തു. അടുത്ത ഫോഴ്സ് എന്താണ്? ആർ എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. നോക്കുക, ആർ എഫ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് ഈ ലാഡർ കറങ്ങുന്നത്? വിത്ത് റെസ്പെക്ട് പോയിന്റ് വെച്ച് അവൻ എങ്ങോട്ട് കറങ്ങുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങുന്നു. സോ മൈനസ് ആർ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദ പോയിന്റ്, അതായത് ഫുൾ ബി സി ഞാൻ അവിടെ കൊടുത്തു. പ്ലസ് അടുത്ത് നോക്കൂ, എഫ് ആക്ച്വൽ വരികയാണ്. എഫ് ആക്ച്വൽ കാരണം എങ്ങോട്ട് കറങ്ങുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ടോ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പ്ലസ് എഫ് ആക്ച്വൽ ഇൻറ്റു perpendicular distance, that is AC. This is equal to 0. ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? We can easily calculate F actual, that is actual frictional force into AC. This is equal to ഈ RF അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് RF അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് RF ഇൻറ്റു പി സി ആയി മാറുന്നു. ഇത് 240/2 ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 240/2 എത്രയാണ്? 120 വരും. സോ 120 ഇൻറ്റു ബി സി. ഇനി എഫ് ആക്ച്വലി കണ്ടുപിടിക്കാനുള്ളത് ഈ എ സി താഴെ കൊണ്ടുവന്നപ്പോൾ സോ ഡിവൈഡഡ് ബൈ എ സി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എഫിൻ്റെ വാല്യൂ നമ്മളിലുണ്ട്. ആകെപ്പാട് ആർ എഫിൻ്റെ വാല്യൂ മാത്രമേ നമ്മളിലുള്ളൂ. പിന്നെ ആരൊക്കെ ഉള്ളത്? എ ബിയും ബി സിയും ഉണ്ട്. എ ബിയും ഉണ്ട്, ബി സിയും ഉണ്ട്. പിന്നെ ആരില്ല? എ സി ഇല്ല. എ സി ഈ കാണാൻ ലെങ്ത്തിൽ അത് കണ്ടെത്താൻ നമ്മുടെ പൈതവറസ്തു കയറാം. എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. നോക്കൂ, എ ബിയുടെ വാല്യൂ എത്രയാണ്? 13 സ്ക്വയർ ആണ്. ബി സിയുടെ വാല്യൂ എത്രയാണ്? 5 സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് 13 സ്ക്വയർ നമുക്കറിയാം 169 മൈനസ് 25 വരും. സോ 169 മൈനസ് ഇത് കൊടുക്കുമ്പോൾ ആൻസർ വിൽ ബി 144. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ അത് 12 മീറ്ററായി മാറാം. എ സിയുടെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായി? 12 മീറ്റർ ആയിട്ട് മാറി. സോ ആർ എഫ് നമുക്കറിയാം. ഇവിടെ നമുക്ക് ബി സി പുറത്തെടുക്കാമല്ലോ. സോ ബി സി ഡിവൈഡഡ് ബൈ എ സി ഇൻറ്റു ആർ എഫിൻ്റെ വാല്യൂ എത്രയാണ്? 240 മൈനസ് 120. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി സി? ബി സി 5 ആണ്. എ സി ഇപ്പം കിട്ടി 12 ആണ്. 240 മൈനസ് 120 ആൻസർ വിൽ ബി എത്ര കിട്ടും? ആൻസർ വിൽ ബി 120 വരും. ശരിയല്ലേ? സോ കട്ട് ചെയ്ത് കളയാം. കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 12ഉം 120 എത്ര വർഷം പോകും? 10 വർഷം പോകും. 5 മിനിറ്റ് ആണ്. ആൻസർ വിൽ ബി 50 ന്യൂട്ടൺ. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിന്റ് ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിച്ച് മീൻസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫേർഡ് ബൈ ദ ഫ്ലോർ ഓൺ ദ ലാഡർ. ആ ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്?
50 ന്യൂട്ടനേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 60 ന്യൂട്ടനാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ടത് എത്രമാത്രം റെസിസ്റ്റ് ചെയ്താൽ മതി? 50 ന്യൂട്ടൺ മാത്രം റെസിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ലാഡർ എന്തിൽ തന്നെ നിൽക്കും? കറക്റ്റ് ഈ പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ നിൽക്കും. കാരണം നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ 60 ന്യൂട്ടൺ വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ കിട്ടുന്ന ആക്ച്വൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 61 ന്യൂട്ടൺ ആയിപ്പോയാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ ലാഡർ എന്തിൽ നിൽക്കത്തില്ല? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കത്തില്ല. കാരണം നമുക്ക് 60 വരെ മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂ. 61 ആകുമ്പോൾ 1 ന്യൂട്ടൺ എക്സ്ട്രാ ആകുന്നു. ഈ ലാഡർ പതുക്കെ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചിട്ട് കാര്യം എഴുതണം. എങ്ങനെ എഴുതണം നോക്കൂ. ഫ്രം ദ എബവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫ്രം ദ എബവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി ആക്ച്വൽ frictional force developed at the floor is 50 Newton, which is less than the maximum available frictional force അത് എത്രയാണ്? അത് 60 ന്യൂട്ടൺ അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് 60 ന്യൂട്ടൺ. സോ the ladder will remain in equilibrium. ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? ഇത് കാര്യം മനസ്സിലായല്ലോ? നമുക്ക് ഇവിടെ ഈ ഫ്ലോറിന് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 60 ന്യൂട്ടൺ ആണ്. പക്ഷേ ആക്ച്വലി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ മൊമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 50 ന്യൂട്ടൺ വരെ കിട്ടിയത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ 60 നിന്ന് 50 ന്യൂട്ടൺ മാത്രം കൊടുത്ത് റെസിസ്റ്റ് ചെയ്താൽ മതി. ബാക്കി 10 ന്യൂട്ടൺ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ നിൽക്കുകയാണ്. വിച്ച് മീൻസ് ഇനിയും 10 ന്യൂട്ടൺ വരെ നമുക്ക് എക്സ്ട്രാ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കിട്ടിയ ഫോഴ്സ് 61 ന്യൂട്ടൺ ആയി പോയാൽ എന്ത് പറ്റുന്നു? നമുക്ക് മാക്സിമം 60 കൊടുക്കാൻ പറ്റൂ. ബാക്കി എക്സ്ട്രാ 1 ന്യൂട്ടൺ എന്ത് ചെയ്തു? നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ലാഡർ പതുക്കെ സ്ലിപ്പായി പോകുന്നു. ലാഡർ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കത്തില്ല. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ പറഞ്ഞാലും മതി. ഓക്കെ.